ഇപ്പോൾ സന്ദീപ് വാര്യർ പ്രതികരിക്കുകയാണ്. അതിലേക്ക്. തിരുവനന്തപുരത്തിന്റെ വലിയ പാരമ്പര്യമുണ്ട്, സാംസ്കാരിക പാരമ്പര്യമുണ്ട്. മതനിരപേക്ഷതയെ പുൽകുന്ന ഒരു ജനവിഭാഗമാണ്. വർഗീയ ശക്തിയൊക്കെ കടന്നുവരാൻ ഒരു പഴുതും അനുവദിക്കാത്ത ജനവിഭാഗമാണ് തിരുവനന്തപുരത്തേത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്വീകാര്യത തിരുവനന്തപുരത്ത് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, നാളെ ഞങ്ങളുടെ പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യപ്രതിജ്ഞയാണ്. അതിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് രാവിലെ പോകുന്നത്. അതിനുശേഷം സൂര്യ ഫെസ്റ്റിവലിൽ എൻ്റെ നേരത്തെ നിശ്ചയിച്ചതാണ്. ഞാൻ BJPയിലായിരിക്കുമ്പോൾ നിശ്ചയിച്ചതാണ്. പക്ഷേ നാളെ അവിടെ കോൺഗ്രസ്സുകാരനായിട്ടാണ് പങ്കെടുക്കുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ സൂര്യ ഫെസ്റ്റിവലിൽ നാളെ എൻ്റെ ടോക്കാണുള്ളത് വൈകിട്ട്. അപ്പം അതിനുകൂടി പങ്കെടുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും സന്ദീപ് വാര്യരും വന്ദേ ഭാരതിൽ ഒരേ സമയം തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങി. അതിനുശേഷമുള്ള സന്ദീപ് വാര്യരുടെ പ്രതികരണമായിരുന്നു. ഗോകുൽനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ ഇപ്പോൾ രണ്ട് ചേരിയിൽ. ഒരു പക്ഷേ BJPയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് K. സുരേന്ദ്രനെതിരെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് വന്ദേ ഭാരതിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥലത്തെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? സന്ധ്യ, സ്ഥലത്തിപ്പോൾ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. BJP കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആഹ്വാനവും അതുപോലെ തന്നെ ആരവങ്ങളുമായി പ്ലാറ്റ്ഫോമിലേക്ക് പുറത്തേക്കും വരികയാണ്. പുറത്തും BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാളെ നിർണായക ദിവസമാണ്. നാളെയാണ് സത്യപ്രതിജ്ഞ, രാഹുൽ മാങ്കൂട്ടൽ സത്യപ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ നിലവിൽ തിരുവനന്തപുരം നഗരത്തിലാകും ഒരുക്കിയിട്ടുണ്ട്. പലയിടത്തും സംഘർഷ സാധ്യതകളുണ്ട്. എന്തായാലും നാളെ സന്ദീപ് വാര്യർക്ക് പലയിടത്തായി കോൺഗ്രസ് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരിസ്റ്റോ ജംഗ്ഷനിലാണ്. അരിസ്റ്റോ ജംഗ്ഷൻ BJPയുടെ ഓഫീസ്, സംസ്ഥാന ഓഫീസ് ഇരിക്കുന്ന പ്രദേശമാണ്. അവിടെ തന്നെ സന്ദീപ് വാര്യർക്ക് നാളെ കോൺഗ്രസ് 8 മണിക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഒപ്പം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ആസ്ഥാനത്തും KPCCയിലും DCCയിലും സ്വീകരണങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ K. സുരേന്ദ്രനും വന്നിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും സ്വീകരണവും ആഹ്വാനവും അർപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ സന്ദീപ് വാര്യരും K. സുരേന്ദ്രനും ഒരേ സമയം ഒരേ ട്രെയിനിൽ വന്ന തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് വൻ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. എന്നാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ഒക്കെ ഇരു നേതാക്കൾക്കും അവിടെ സ്വീകരണം ഒരുക്കിയിരുന്നു എന്നതാണ്. ഗോകുൽനാഥാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.